ഹായ് ഗൈസ്, എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് വന്നൊരു നെഗറ്റീവ് കമൻറ്റ് ആട്ടോ എന്ന് പറയുന്നത് ഞാൻ ഇട്ടിരുന്ന വീഡിയോ എന്ന് പറയുന്നത് മൊണാലിസ എന്ന പെയിൻറ്റിങ് എങ്ങനെ ഫേമസ് ആയി എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ആ ചെങ്ങായി എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് LKG ഹിസ്റ്ററി എടുത്തൂടെ എന്ന്. ഞാനൊക്കെ പഠിച്ചിരുന്ന LKG ക്ലാസ് എന്ന് പറയുന്നത് അല്ലേ, ഈ ചെങ്ങായിനെ ആരാണ് LKG ഹിസ്റ്ററി പഠിപ്പിച്ചതെന്നുള്ളതാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ചോദ്യം എന്നുള്ളത്. ബിക്കോസ് LKG ക്ലാസ്സിലൊക്കെ ഹിസ്റ്ററി പഠിപ്പിക്കുക എന്ന് പറയുന്നത് കുട്ടികളെ ഇങ്ങനെ മാനസികമായി പീഡിപ്പിക്കുന്നതിന് തുല്യമാണ് അല്ലേ. A4 ആപ്പിൾ എന്നൊക്കെ പറഞ്ഞ് പഠിക്കേണ്ട സമയത്ത് ഹിസ്റ്ററി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസും മൊണാലിസയൊക്കെയാണ് ഇവർ പഠിപ്പിക്കുന്നത്. എന്തായാലും ഈ ചെങ്ങായിയുടെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പൊന്നു മോനെ, ഈ മൊണാലിസ എന്ന് പറയുന്ന പഠിപ്പിച്ച് ഈ മൊണാലിസയെ പറ്റി എന്തെങ്കിലും രണ്ട് വർത്താനം പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അവർ ആർക്കും ഹിസ്റ്ററി ക്ലാസ് എടുക്കാനുള്ള ലൈസൻസ് അല്ല കിട്ടുന്നത്. പിന്നെ ഹിസ്റ്ററിയിൽ മൊണാലിസിനെ കുറിച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഞാനൊക്കെ പഠിച്ചിരിക്കുന്ന ഹിസ്റ്ററി എന്ന് പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ പഠിച്ച് മരിക്കും. അമ്മാതിരി ഹിസ്റ്ററിയാണ് ഞാനൊക്കെ പഠിച്ചിരിക്കുന്നത്. ഈ ഹിസ്റ്ററി എന്നുള്ള സബ്ജക്റ്റ് അത്ര വലിയ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഒന്നുമല്ല. ബിക്കോസ് ഒരുപാട് വർഷങ്ങൾ പഠിച്ച് മനസ്സിൽ എന്താ പറയുക, ഓർത്തോർത്ത് നമ്മുടെ മെമ്മറി മൊത്തം അങ്ങ് തീർന്നു പോകും ഈ വർഷം മൊത്തം പഠിച്ചു കഴിയുമ്പോഴത്തേനും. അത്രയും വർഷങ്ങളാണ് നമ്മുടെ തലയിലേക്ക് കയറ്റേണ്ടത്. എനിക്ക് വർഷം പഠിക്കാനുള്ളത് തന്നെ എനിക്ക് ഹിസ്റ്ററി ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. 1498 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വാസ്കോ ഡ ഗാമ വന്നിറങ്ങിയ സമയം തൊട്ട് ആ ചെങ്ങായുടെ നാട്ടുകാർ, അതായത് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഡെയിൻസ്, ഫ്രഞ്ച് എന്ന് വേണ്ട ലോകത്തുള്ള സകലമാന വിദേശ ശക്തികളും കൂടി ഇന്ത്യയിലോട്ട് കടന്നാക്രമിച്ചതും അത് തൊട്ട് ഇവിടെ നടന്നിട്ടുള്ള കൊള്ളരുതായ്മകളും മൊത്തം എഴുതി വെച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് തൊട്ടിട്ട് 1885 INC സ്ഥാപിച്ചു തൊട്ട് 1905 ബംഗാൾ വിഭജനം തൊട്ട് ഒന്നും പറയേണ്ട 1915 നമ്മുടെ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരികയും 1917 ചമ്പാരൻ സത്യാഗ്രഹം, 1919 മറ്റേ ജാലിയൻവാലാബാഗ് സത്യാഗ്രഹം, 1920 നിസ്സഹകരണ പ്രസ്ഥാനം, 30 ഉപ്പ് സത്യാഗ്രഹം, 42 ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് വേണ്ട മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു 150 സമരങ്ങളും സത്യാഗ്രഹങ്ങളും പഠിച്ചിട്ട് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഒന്ന് സ്വാതന്ത്ര്യത്തിലായെന്നൊന്ന് പഠിക്കുമ്പോഴത്തേനുണ്ടല്ലോ, നമ്മൾ ആദ്യമായിട്ട് കുടിച്ച അമ്മയുടെ മുലപ്പാൽ വരെ ഛർദ്ദിക്കുന്നൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനൊക്കെ ഹിസ്റ്ററി പഠിച്ചത്. നീ പഠിച്ച ഹിസ്റ്ററിയിൽ മാത്രം ഈ മൊണാലിസ എങ്ങനെ ഫേമസ് ആയി ഇത് മാത്രമേ ഉള്ളൂ ഹിസ്റ്ററിയിൽ? ഇത് ഞാൻ പറഞ്ഞ പാടാൻ നിനക്ക് എന്നെ എങ്ങനെയാണ് ഹിസ്റ്ററി ടീച്ചർ ആക്കാൻ പറ്റുക? ആക്ച്വലി ഇനി എങ്ങനെ ഏത് കോണ്ടന്റ് വീഡിയോ ആക്കുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്ന സമയത്താണ് കറക്റ്റ് നിൻ്റെ കമൻറ്റ് ഞാൻ കാണുന്നത്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഹിസ്റ്ററി തന്നെ ഒരു കണ്ടന്റ് ആക്കാമെന്നങ്ങ് വിചാരിച്ചു. കാരണം ഹിസ്റ്ററിയോളം എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളൊരു സബ്ജക്റ്റ് വേറെ ഇല്ല. ആവശ്യമുള്ളതും ഇല്ലാത്തതായിട്ടുള്ള എന്തോരം കാര്യങ്ങളാണ് മനസ്സിലിങ്ങനെ ഓർത്ത് ഇതെല്ലാം കൂടെ തലയിൽ ഇങ്ങനെ കുത്തി നിറച്ച് മനുഷ്യൻ ഇങ്ങനെ വീർപ്പ് മുട്ടിയിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത്. പിന്നെ ഈ ഇന്ത്യൻ ഹിസ്റ്ററി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്ററി ആവുന്നില്ല. വേൾഡ് എന്ന് പറയുന്നത് അതുപോലെ നിരന്ന് കിടക്കുകയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, സിന്ധു നദിയുടെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിലുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സംസ്കാരങ്ങളും സംസ്കാര ശൂന്യതയും എല്ലാം പഠിക്കുന്നവരാണ് ഹിസ്റ്ററി സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു മൊണാലിസയുടെ കാര്യം പറഞ്ഞതിൻ്റെ പേരിലൊന്നും എനിക്ക് ഹിസ്റ്ററി ടീച്ചർ ആവാനുള്ള യോഗ്യതയൊന്നും നീ തരരുത്. അങ്ങനെയൊന്നും എടുക്കാൻ പറ്റുമല്ലോ. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെക്സ്റ്റ് ടൈം ഇനി ഒരു വീഡിയോയ്ക്ക് പോയിട്ട് നെഗറ്റീവ് കമൻ്റ് ഇട്ട് അയാളെ മാനസികമായി വിഷമിപ്പിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ലോജിക്കുള്ള കമൻറ്റ് വേണം ഇടാൻ വേണ്ടിയിട്ടോ. ഒന്നുമില്ലെങ്കിലും ആ കമൻറ്റ് വായിച്ചു കഴിയുമ്പോൾ അവർക്ക് കുറച്ചെങ്കിലും എന്നാലും ഞാൻ അങ്ങനെ ഓർത്തില്ലല്ലോ, ഞാൻ എന്ത് പൊട്ടത്തരാ കാണിച്ചേക്കുന്നത് എന്ന് അവർക്ക് തോന്നണം. അല്ലെങ്കിൽ അവൻ പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ എന്ന് അവർക്ക് തോന്നണം. അവർക്കത് തോന്നി അവരാ ചെയ്ത തെറ്റിങ്ങനെ, അല്ലെങ്കിൽ അവർക്ക് ആ ചെയ്ത ആ ഒരു പൊട്ടത്തരം അവർക്കിങ്ങനെ തോന്നി, അവർക്കിങ്ങനെ അതിലിങ്ങനെ വിഷമം തോന്നണം അവർക്ക്. അല്ലാതെ നീ ഇടുന്ന നെഗറ്റീവ് കമൻറ്റ് വായിച്ചിട്ട് അവർക്ക് കോമഡി ആയിട്ട് തോന്നരുത് കേട്ടോ. നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കണം. ഓക്കെ, ബൈ.